ഇതിനിടയിൽ കേരളത്തിലും സമാനമായ പലസ്തീന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. CPM സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഇന്ന് നടക്കും. പലസ്തീൻ അംബാസിഡർ പങ്കെടുക്കും ഈ പരിപാടിയിൽ. മുസ്ലിം ലീഗും സമാനമായ പരിപാടി കോഴിക്കോട് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് പരിപാടികളും നടക്കുക. പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന ആവശ്യമാണ് രാജ്യത്തിൻ്റെ പൊതുവിൽ കേരളത്തിലും സമാനമായി രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ പൊതു ഐക്യവും അങ്ങനെ തന്നെയാണ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പലസ്തീൻ അംബാസിഡറെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് CPM ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ലീഗിൻ്റെ പരിപാടിയുമുണ്ട്. എപ്പോഴാണ് പരിപാടി ആരംഭിക്കുക? എന്തായിരിക്കും ഈ പരിപാടിയുടെ പൊതു സ്വഭാവം? സജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പലസ്തീൻ അംബാസഡർ അബ്ദുൽ ഷാവേസ് കേരളത്തിൽ ഉണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നു. പിന്നീട് AKG സെന്ററിൽ അടക്കം പോയി CPM നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പക്ഷേ ഇതിനുശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ഏക പൊതുപരിപാടി കോഴിക്കോട് CPM സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ LDF സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറയേണ്ടി വരും. മറ്റു ഒരിടങ്ങളിലും അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിൽ അതിയായി പങ്കെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് LDF യോഗത്തിൽ മാത്രമാണുള്ളത്. വൈകുന്നേരം 5 മണിക്ക് മുതലക്കുളം മൈതാനത്താണ് ഈ സ്വീകരണ യോഗം അല്ലെങ്കിൽ ഈ ഐക്യദാർഢ്യ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ CPM ഈ ഭരണഘടനാ സംരക്ഷണ സമിതി എന്ന പേരിലൊക്കെയായിരുന്നു ഈ ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൃത്യമായി ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരം പരീക്ഷണങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തിയില്ല എന്നൊരു ധാരണ CPM-നുള്ളത് കൊണ്ടായിരിക്കാം ഭരണഘടനാ സംരക്ഷണ സമിതിക്ക് അപ്പുറം ഇതൊരു സംസ്ഥാനത്തിന് മാത്രം അല്ലെങ്കിൽ രാജ്യത്തിന് മാത്രം പ്രശ്നമല്ല എന്ന ഒരു വിലയിരുത്തൽ, ഒരു അന്താരാഷ്ട്ര മാനം കൂടി ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് LDF നേരിട്ട് ഇങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം CPM ജില്ലാ നേതൃത്വം പറഞ്ഞത്. CPM-ന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ LDF-ന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ AK ശശീന്ദ്രനും MV ശ്രേയാംസ്കുമാറും MP സന്തോഷ് കുമാറും അടക്കമുള്ളവരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക. ഈ യോഗത്തിൽ പലസ്തീൻ അംബാസഡർ പ്രസംഗിക്കുകയും ചെയ്യും. എന്തായാലും നമുക്കറിയാം, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി കേരളത്തിൽ ഇതൊരു വോട്ട് വിഷയം കൂടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആരാണ് കൂടുതൽ ഐക്യദാർഢ്യം പലസ്തീന് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് കടുത്ത പ്രതിഷേധങ്ങൾ ഇതുമായി സംഘടിപ്പിക്കുന്നത്, അവർ കൂടുതൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങും എന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണ്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് LDF-ന്റെ ഈ ഐക്യദാർഢ്യ സമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ മുസ്ലിം യൂത്ത് ലീഗാണ് ഇന്ന് കോഴിക്കോട് തന്നെ മറ്റൊരു ഈ ഗാസ റാലി എന്ന പേരിൽ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. 3:30-ക്കാണ് ഈ ഗാസ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഒരുപാട് മുൻകൂർ പ്രഖ്യാപിച്ച ഒരു പരിപാടിയല്ല. CPM അടക്കം വലിയ വിമർശനങ്ങൾ ലീഗിനൊക്കെ അടക്കം അല്ലെങ്കിൽ കോൺഗ്രസിനൊക്കെ അടക്കം എതിരെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്രയധികം വലിയ ഒരു ചൂഷണം അല്ലെങ്കിൽ ഒരു വംശഹത്യ പലസ്തീനിൽ നടക്കുമ്പോഴും ഈ ഗസയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമ്പോഴും അക്കാര്യത്തിലൊരു കൃത്യമായി ഇടപെടൽ UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും പലസ്തീൻ അംബാസഡർ തന്നെ നേരിട്ട് എത്തിച്ച് തങ്ങളുടെ ഐക്യദാർഢ്യം അറിയിക്കാൻ കഴിയുന്നത് തങ്ങൾക്ക് ഒരുപടി കൂടി ഈ കാര്യത്തിൽ മുന്നാക്കം നൽകും എന്നൊരു വിലയിരുത്തൽ CPM-നുണ്ട് താനും. എന്തായാലും നേരത്തെയൊക്കെ പലവട്ടം ഇത്തരം ന്യൂനപക്ഷ വിഷയങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം വേട്ട എന്ന അടക്കമുള്ള പേരിലൊക്കെ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും മറ്റ് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളെയൊക്കെ CPM അതിലേക്ക് ക്ഷണിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ സമസ്ത പോലുള്ള സംഘടനകളെയൊക്കെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അത്തരമൊരു ക്ഷണം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ പരിപാടി എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഒരു പരിപാടി എന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പല സംഘടനകളിലുള്ള ആൾക്കാർക്ക് വരാമെങ്കിലും അവർക്ക് വേദിയിൽ ഇടമുണ്ടാവില്ല. മറിച്ച് സദസ്സിൽ ഇരുന്ന് ഈ കാര്യങ്ങൾക്ക് പിന്തുണ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഘടനകളൊക്കെ പ്രതിനിധീകരിച്ച് ഈ പലസ്തീൻ അംബാസഡറെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യാതിഥിയായ ഒരു ചടങ്ങ് നടത്തുമ്പോൾ ഇത്തരം സംഘടനകളുടെ പ്രതിനിധികൾ എത്തുമോ എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം കേരളത്തിൽ നടക്കുന്നതിന് കൂടി ഒരു രാഷ്ട്രീയമുണ്ട്. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയം കൂടി അതിനകത്ത് കടന്നു വരുന്നുണ്ട് എന്നതാണ് പശ്ചാത്തലം. മുസ്ലിം സംഘടനകൾക്ക് വേദിയിൽ ഇരിപ്പിടമില്ല എന്നതൊക്കെയുള്ള ആക്ഷേപം മുമ്പുണ്ട് ഉയർന്നിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ CPM ഈ പരിപാടിയുമായി മുന്നോട്ടാണ്. ഒപ്പം യൂത്ത് ലീഗും സമാനമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്.